ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ തലേന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ സാബുവിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയതാണ്. സാബുവിൻ്റെ ഭാര്യയെ കണ്ടു, അച്ഛനെ കണ്ടു. സാബുവിൻ്റെ ജ്യേഷ്ഠൻ്റെ അച്ഛനുണ്ട് CMI സഭയിൽ, അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. കിടക്കുന്ന അമ്മയെ കണ്ടു, മക്കളെ കണ്ടു. തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സാബുവിൻ്റെ പ്രിയ ഭാര്യ ഞങ്ങളോട് പറയുകയായിരുന്നു, ആ പണം ആവശ്യത്തിന് കൊടുത്തിരുന്നെങ്കിൽ, അത് സംബന്ധിച്ച തലേദിവസം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ സാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. സാബു ഓസ്ട്രേലിയയിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇവിടെ നിക്ഷേപിച്ചു. ആ പണം കുറേയൊക്കെ തിരിച്ചു കൊടുത്തു, ചില സമയത്തുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ഒരു ബാങ്കിൽ പണം ഇട്ടാൽ അവരെ തിരിച്ചാവശ്യപ്പെടുമ്പോൾ മൊത്തമായിട്ടൊക്കെ കൊടുക്കുകയായിരുന്നു. അത് ഇവിടെ നടന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ ബാങ്ക് തുടങ്ങിയ സമയത്ത് ഇത് കോൺഗ്രസ്സുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് CPMകാർ ഭരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇതൊരു വലിയ ദയനീയ സ്ഥിതിയിലേക്ക് തള്ളിയിട്ടു. CPMകാർ ഇത് ഒരു ദുരന്തമാക്കി മാറ്റി. അതാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയാണല്ലോ എല്ലാവരും. അപ്പോൾ ഈ ബാങ്ക് കട്ടുമുടിച്ച ഇവർക്കെതിരെ ജനരോഷം ഉണ്ടാവും. ഇതുമാത്രമല്ല, ഇപ്പോൾ CPMൻ്റെ നേതൃത്വത്തിൽ ഇവരുടെ ഒരു സൊസൈറ്റി ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 90 ലക്ഷം രൂപ ഒക്കെ തിരിച്ചു കൊടുക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ബാങ്കുകളെ ഇങ്ങനെ ഞെരുക്കിക്കൊള്ളുന്ന, ബാങ്കിലെ നിക്ഷേപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സമീപനങ്ങൾ, ഈ സമീപനങ്ങൾക്കെതിരെ ജനരോഷം ഉയരും. ഞാനിപ്പോൾ ചെന്നപ്പോൾ സാബുവിൻ്റെ പ്രിയതമ പറയുകയായിരുന്നു ആ മകൻ്റെ ഉണ്ടായ മാനസികാവസ്ഥ. തലേദിവസം 12:15 അദ്ദേഹം ഇവിടുന്ന് പോകുന്നത്. പക്ഷേ രാവിലെ അച്ഛനെ നോക്കി ചെന്നപ്പോൾ അച്ഛൻ ഇല്ല, കിടക്കുന്നില്ല. അപ്പോൾ അച്ഛൻ കളിക്കാൻ പോയതാണെന്ന് ഓർത്തുകൊണ്ട് കളിസ്ഥലത്ത് പോയി. ആ കളിസ്ഥലത്ത് ചെന്നപ്പോൾ അന്ന് കളിയില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ പോകും മോനെ എന്ന് പറഞ്ഞിരുന്നു. തലേദിവസം അമ്മയെ നോക്കിക്കോണം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് മോൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. ആ മോൻ ഒരു 15 മിനിറ്റോളം അവിടെ ആ മൃതശരീരത്തിൽ തൊട്ട് കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു. ആ മോൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴും ശരിയായിട്ടില്ല. കൗൺസിലിംഗ് കൊടുക്കണം. കാഞ്ഞിരപ്പള്ളിയിലെ പുളിക്കൽ പിതാവൊക്കെ ഇവിടെ വന്ന് മകനെയൊക്കെ ആശീർവദിച്ചു. ഒരച്ഛനുണ്ട്, സാബുവിൻ്റെ സഹോദരൻ, അതുപോലെ ചേച്ചിയുടെ സഹോദരി, ഒരു സിസ്റ്ററുണ്ട്. ഇവരെല്ലാവരുമൊക്കെ ഒത്തിരി അവർക്ക് ആശ്വസിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. പോലീസ് തയ്യാറായില്ല. പോലീസ് കുറ്റകരമായ അനാസ്ഥയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതിപ്പോൾ CPMൻ്റെ ഒരു നയമുണ്ടല്ലോ. ഇപ്പം തങ്കമണി CI CV വർഗീസിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, ഇവിടെ CI. അപ്പോൾ അവർ പറയുന്ന പോലെ കേസുകൾ തിരികെ. ഇവിടെ തന്നെ പല സംഭവങ്ങളും നടന്ന് ഉണ്ടല്ലോ. പോലീസ് അന്വേഷണം തിരിച്ചുവിട്ടതൊക്കെ അറിയാം. ഇവിടെ 12-ാം മൈൽ ഒക്കെ നടന്ന സംഭവങ്ങൾ പലർക്കും അറിയാം. ഒരു വലിയ ആൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ കാശൊക്കെ മേടിച്ച്, നിങ്ങൾക്കറിയായിരിക്കും ആ സംഭവം. അതൊക്കെ അവിടെ ആത്മഹത്യ നടന്നു. അതൊന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പം പുറത്തു വരുന്നില്ല. ഇതിപ്പോൾ CPMൻ്റെ പരിപാടി അവർ മുക്കും. അവർ പല കേസുകളും ഇതിനോടകം മുക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ അവർക്ക്, അങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഭാവിയിൽ അവർ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ രീതിയിൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇതിനെക്കുറിച്ചൊരു നല്ല അന്വേഷണം നടത്തണം. ഇപ്പം കട്ടപ്പന CIയും തങ്കമണി CIയും അന്വേഷിച്ച വല്ലതും എത്തുമോ? ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഭാരതീയ ജനതാ പാർട്ടി കോടതിയെ സമീപിക്കും. ഇത് പല രീതിയിൽ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ജനം അറിയണമല്ലോ, സത്യം അറിയണം. അതിനുവേണ്ടിയുള്ള പരിപാടി, എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ചെയ്യും. ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ മുതലക്കണ്ണീർ പുറക്കും. അവരാണിത് ഇതിൻ്റെ തുടക്കം കുറിച്ചത്, ഈ നാശത്തിൻ്റെ തുടക്കം കുറിച്ചത്. ഇവർ സർവ്വനാശത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അതിലുപരി ഇപ്പോൾ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നമ്മളാരും വിചാരിച്ചാലോ തിരിച്ചു കൊടുക്കാൻ ഒക്കുമല്ല. ആ നഷ്ടപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള നല്ല അന്വേഷണം നടക്കണം. ഈ അന്വേഷണവും ഒട്ടും തൃപ്തികരമല്ല. ഇത് ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ഉന്നത തലത്തിൽ ചെയ്യും. നിവേദനങ്ങളൊക്കെ കൊടുത്ത് ഇതും സത്യം പറഞ്ഞാൽ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് വേണ്ടത്. ഇതിപ്പം നമ്മുടെ ഒരു RDO മരിച്ച സംഭവം നിങ്ങൾക്കറിയാം, നവീൻ ബാബു. അതിലൊക്കെ എത്രയോ ഭീകരമായത്. അതൊക്കെ അദ്ദേഹം ഒരു പെട്ടെന്ന്
ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിനെതിരെ അവിടെ ദിവ്യ പറഞ്ഞപ്പോഴുണ്ടായ ബുദ്ധിമുട്ട് അതുവാണോ ഇത് സ്വന്തം ജീവിതത്തിൽ അധ്വാനിച്ച് വെറുതെ കിട്ടിയ കാശ് അധ്വാനിച്ച കാശ് മുഴുവൻ ബാങ്കിലിട്ടിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, അതും ഒരു ഭാര്യയുടെ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ചോദിച്ചപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികാരത്തള്ളലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്താണല്ലോ. എന്നിട്ടും കേസെടുക്കാത്ത പോലീസിൻ്റെ നടപടി, ഈ നടപടി പ്രതിഷേധാർഹമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഇതുപോലുള്ള സൊസൈറ്റികൾ ബാങ്കുകളൊക്കെ നശിപ്പിക്കുന്ന നടപടി. രണ്ട്, ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി. ഈ രണ്ടിനെക്കുറിച്ചും ശക്തമായ അന്വേഷണം ഉണ്ടാകും. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത്.